വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് രണ്ട് കഥകളും ആ രണ്ട് കഥകൾക്കിടയിൽ കുറേ കാര്യങ്ങളും പറഞ്ഞ് എൻ്റെ സമയം ഉപയോഗപ്പെടുത്താമെന്നാണ് വിചാരിക്കുന്നത്. ഒന്നാമത്തെ കഥ ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് ഒരു സൽക്കാരത്തിന് വിളിച്ച കഥയാണ്. ഈ രണ്ട് കഥകൾ പറയുന്നത് ഈ സദസ്സിൽ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് പറഞ്ഞതിൻ്റെ ഒരു ബറക്കത്തുണ്ടാവുന്നതിന് വേണ്ടിയും, രണ്ടാമത് എൻ്റെയും നിങ്ങളുടെയും കൽബിൽ നമ്മളറിയാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിക്കൂടുന്നതിനും വേണ്ടിയാണ്. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ കഥ രണ്ട് തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് അല്പം ഭക്ഷണവുമായി പള്ളിയിലേക്ക് അങ്ങോട്ട് ചെന്നതും, രണ്ടാമത്തേത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നബി തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചതുമാണ്. രണ്ടാമത്തെ താരീഖാണ് ഞാൻ പറയുന്നത്. ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുർദ ബൈത്തിന് മുഹമ്മദ് അഖ്തർ റളാഖാൻ എഴുതിയ അൽ വർദ എന്ന ഒരു ശറഹുണ്ട്. ആ ശറഹിലാണ് ഞാൻ ഈ പറയുന്ന താരീഖ് കാണാൻ കഴിയുക. മഹാനായ സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തങ്ങളെ വീട്ടിലേക്ക് ഒരു ഭക്ഷണത്തിന് ക്ഷണിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി, ഇവിടെ എന്തേലും ഭക്ഷണമായിട്ടുള്ള ഉണ്ടോ, നബി തങ്ങളൊന്ന് വിളിക്കാൻ? ഭാര്യ പറഞ്ഞു, ഇവിടെ കൂട്ടിൽ ഒരാട്ടിൻകുട്ടിയും അല്പം ഗോതമ്പ് മാവുമുണ്ട്. ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കാനും ആടിൻകുട്ടിയെ അറുത്ത് കുറുമയുണ്ടാക്കാനും തീരുമാനിച്ചു. കുറുമ എന്നുള്ള പേരൊക്കെ ഞാൻ പറഞ്ഞതാണ്. അന്ന് കുറുമ ഉണ്ടായിരുന്നോ എന്നൊന്നും ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ല എന്നാണ്. കഥ പറയുമ്പോഴുള്ള ചൊർക്ക്, അതാണ് ഈ കുറുമ എന്നൊക്കെ പറയണേ. കുറുമ ഉണ്ടാക്കാനും തീരുമാനിച്ചു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു തന്നെ ആടിനെ കറുത്ത് തോലൊക്കെ പൊളിച്ച് കഷ്ണൊക്കെ വെട്ടി ഭാര്യൻ്റെ അടുത്ത് കുറുമ ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത് ഗോതമ്പ് മാവ് കൊഴിച്ച് റൊട്ടി ചുടാൻ വേണ്ടി തുടങ്ങി. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോയി നബി തങ്ങളോട് പറഞ്ഞു, പുന്നാര നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളും വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ടാളുകളും ഒന്ന് വീട്ടിൽ വരണം, അല്പം ഭക്ഷണമുണ്ട് എന്ന് പറഞ്ഞു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വീട്ടിലേക്ക് ഇങ്ങനെ പോവുകയാണ്. വഴിയിന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു. എവിടേക്കാ നിങ്ങൾ പോണതെന്ന് ചോദിച്ചു. ജാബിറിൻ്റെ വീട്ടിലൊരു സൽക്കാരം ഉണ്ട്, അങ്ങോട്ടാണ് പറഞ്ഞു. ആയിക്കോട്ടെ, സൽക്കാരത്തിനൊക്കെ പോയിക്കോളി, പക്ഷെ ഒരു നിബന്ധന ഉണ്ട് പറഞ്ഞു. എന്താ നിബന്ധന എന്ന് ചോദിച്ചു. ജാബിറിന് രണ്ട് ആൺകുട്ടികളുണ്ട്, ഓലപ്പം ഭക്ഷണം കഴിച്ചാൽ മതി, ഒറ്റക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോഴേക്കൊരു സംഭവം ഉണ്ടായി. ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്നത് രണ്ടാമത്തെ കുട്ടി കണ്ടു. കാലൊക്കെ കൂട്ടി കെട്ടിയിട്ട് ആടിനെ അറുത്തു. മൂത്ത കുട്ടി കളിക്കാൻ പോയതായിരുന്നു. ഇക്കാക്ക കളി കഴിഞ്ഞ് വന്നപ്പോൾ രണ്ടാമത്തവൻ ചോദിച്ചു, ഇക്കാക്ക, വാപ്പ എങ്ങനെയാ ആടിനറുത്തതെന്ന് ഈ കണ്ടിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഞാൻ കണ്ടു, എനിക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അങ്ങനെ മൂത്ത കുട്ടിയെയും കൂട്ടി വീടിൻ്റെ മുകളിലേക്ക് പോയി. മുകൾ എന്നുള്ളതിന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി തട്ടിൻ്റെ മേലേക്ക് നർത്തം വെക്കുക. അന്ന് തട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ നേരത്തെ മാതിരിയാണ് ആ സംഭവം. ഉണ്ടായിരുന്നു, പക്ഷെ എല്ലാവർക്കും ഖദീജ ബി റളിയല്ലാഹു അൻഹയുടെ വീടിനൊക്കെ തട്ടുണ്ടായിരുന്നു എന്ന് തന്നെയാണ് താരീഖിലുള്ളത്. അപ്പോൾ തട്ടുണ്ട്, പക്ഷെ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിനുണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് മുകൾ എന്നതിന് തൽക്കാലം നമ്മൾ തട്ടിൻ്റെ മേലേക്ക് നർത്തം വെക്കുക. തട്ടിൻ്റെ മേലേക്ക് കൊണ്ടുപോയി
എന്നിട്ട് വാപ്പ ആടിനറക്കാൻ വേണ്ടി ചെയ്ത പോലെ കയ്യും കാലൊക്കെ കൂട്ടിക്കെട്ടിയിട്ട് വാപ്പ ആടിനറുത്ത കത്തി എടുത്തിട്ടാണ്ട് മുറിച്ചു കൗത്തില്. എന്നിട്ട് ഇങ്ങനെ ഉമ്മാനോട് വന്നിട്ട് പറഞ്ഞു, ഉമ്മ വാപ്പ ആടിനറുത്തതുപോലെ ഞാൻ ഇക്കാക്കാൻ അറുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇമ്മാണ്ട് ബേജാറായി. ബേജാറ് കണ്ടപ്പോ ഓന് തോന്നി എൻ്റെ അടുത്ത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന്. അതുവരെ വിചാരിച്ച് സംഗതി ഉഷാറായിരുന്നു. അറക്കുമ്പൊക്കെ സംഗതി വളരെ ഉഷാറാന്നാ വിചാരിച്ചത്. ഇമ്മാന്റെ ബേജാറ് കണ്ടപ്പോ മനസ്സിലായി എന്തോ ഒരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. അതിൽ മൂപ്പരെന്ത് ചെയ്തു വെച്ചാല് തട്ടിന്റെ മേലെന്ന് താഴത്തേക്ക് ചാടിയിട്ടാണ് മരിച്ചു. ഉമ്മ ഇങ്ങനെ ആലോചിച്ചു, എന്താ പഠിച്ചോനെ ഞാൻ കാട്ടുക, ആകെ 2 കുട്ടികളുള്ളത്, 2 മരിച്ചു. അതുകൊണ്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിലേക്ക് സൽക്കാരത്തിന് വരുന്ന സന്ദർഭത്തിൽ മക്കൾ മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. അതിനാലൊരു കാര്യം ചെയ്യാമെന്ന് തീരുമാനിച്ച് 2 മക്കളെയും ബെഡ്റൂമിൽ കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി മുകളിൽ പുതപ്പിട്ട് മൂടി. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ വരികയാണ് വീട്ടിലേക്ക്. കൂടെ 1-2 സ്വഹാബികളുണ്ട്. വീട്ടിൽ വന്നു കയറിയിരുന്നു. സുപ്ര വിരിച്ചു ഭക്ഷണം കൊണ്ടുവന്നു വെച്ചപ്പോ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു ആലോചിക്കുന്നത്, സംഗതി ഇപ്പോൾ കുട്ടികളെവിടെയെന്ന്. അടുക്കളയിൽ പോയിട്ട് ഭാര്യനോട് ചോദിച്ചു, അല്ല പമ്പറന്നോളെ കുട്ടികളെവിടെയെന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, ഓല അപ്പുറത്തുണ്ട് എന്ന് പറഞ്ഞു. ഉദ്ദേശിച്ചത് ഔത്ത റൂമിൽ എന്നാണ്. ജാബിർ റളിയല്ലാഹു അൻഹു അപ്പുറത്ത് എന്ന് പറയുമ്പോൾ പുറത്ത് കളിക്കേക്കാരം എന്നാണ് കരുതിയത്. അങ്ങനെ കരുതാൻ വേണ്ടിയിട്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞതും. ജാബിർ റളിയല്ലാഹു അൻഹു നബിനോട് വന്നിട്ട് പറഞ്ഞു, നബിയെ കുട്ടികൾ പുറത്ത് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. സുപ്ര വിരിച്ചിട്ടുണ്ട്, ഭക്ഷണം വെച്ചിട്ടുണ്ട്, നബി തങ്ങൾ കഴിക്കണില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സമയം കഴിഞ്ഞ് നബി കഴിച്ചില്ലെങ്കിൽ സഹാബത്തും കഴിക്കൂല. അങ്ങനെയാണ് അവർ ഭക്ഷണത്തിൽ വലിയ മര്യാദ പാലിച്ചിരുന്നവരായിരുന്നു എന്നാണ് സഹാബത്ത്. നമ്മൾ നബി കഴിക്കണില്ലെങ്കിൽ തുടങ്ങല്ലേ എന്ന് ചോദിക്കും. സഹാബത്ത് അങ്ങനെയും ചോദിക്കൂല. അങ്ങനെയാണ്. നമുക്ക് ഇരുന്നാൽ പിന്നെ ഒരു സുഖം കിട്ടില്ല. അപ്പോൾ നല്ല അച്ചടക്കത്തിലുള്ള സദസ്സ്, നല്ല അച്ചടക്കം, എല്ലോ മര്യാദയും പോകുന്നതാണ് മനുഷ്യൻ്റെ തിന്നാൻ കണ്ടാൽ. മര്യാദ ഏറ്റവും കൂടുതലുള്ളത് ഭക്ഷണം കഴിക്കാനാണ്. എല്ലാ മര്യാദയും പോവുക ഭക്ഷണം കണ്ടാലാണ്. ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ നല്ല ഒതുങ്ങി അടങ്ങി, ചെറിയ കുറഞ്ഞ ആൾക്കാർ മൊബൈലിൽ കളിക്കുന്നുണ്ടെങ്കിലും ബാക്കിയൊക്കെ ഇങ്ങനെ ഉഷാറിലിരിക്കണതിൻ്റെ ഇടയിൽ കൂടെ 6 റോട്ട് ബിസ്ക്കറ്റിൻ്റെ ഓരോ പൊട്ട് ഇപ്പാണ് വിതരണം ചെയ്താൽ എല്ലാം മര്യാദയാണ് പോകും. തിന്നാൻ കണ്ട അങ്ങനെ ഇരിക്കാനാണ് നമ്മൾ. പക്ഷെ സഹാബത്ത് അടങ്ങിയിരുന്നു. ഒരു കഴിച്ചില്ല, തൊട്ടതുമില്ല, തുടങ്ങല്ലേ എന്ന് ചോദിച്ചതുമില്ല, അങ്ങനെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞപ്പോ മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിച്ചു, ജാബിറെ കുട്ടികളെവിടെ എന്ന് ചോദിച്ചു. സയ്യിദുനാ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ പോയി ഭാര്യയോട് ചോദിച്ചു, സഹധർമ്മിണി നമ്മുടെ മക്കളെവിടെ എന്ന് ചോദിച്ചപ്പോൾ പഴയ മറുപടി തന്നെ പറഞ്ഞു, അവർ അപ്പുറത്തുണ്ടെന്ന് പറഞ്ഞു. ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികൾ പുറത്ത് കളിക്കാണ് എന്ന് പറഞ്ഞു. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പോകുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഭക്ഷണം കുട്ടികളൊപ്പല്ലാതെ കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിക്കാത്തതിൻ്റെ കാരണം. പക്ഷെ വേറെ ആർക്കും അറിയില്ല എന്താ കഴിക്കാത്തത് എന്ന്. നബി തങ്ങൾ അതാ കഴിക്കാത്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറേ സമയം കഴിഞ്ഞ് മൂന്നാമതും ചോദിച്ചു, ജാബിറെ മക്കളെവിടെ എന്ന് ചോദിച്ചു. അപ്പോൾ ജാബിർ റളിയല്ലാഹു അൻഹു അടുക്കളയിൽ ചെന്ന് ഭാര്യയോട് ചോദിച്ചു, നബി തങ്ങൾ 3 തവണയായി ചോദിക്കുന്നു മക്കളെവിടെയെന്ന്, നമ്മളെ കുട്ടികൾക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോൾ ഇഞ്ഞ് ശരി പറയാതെ നിർവാഹമില്ല എന്ന് മനസ്സിലാക്കിയ ഭാര്യ ഉണ്ടായ വിഷയം അതുപോലെയാണ് പറഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ട് 2 കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുക്കി ജാബിർ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ ഹദറത്തിൽ വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾ 2 പേരും മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മുസ്തഫായ നബി തങ്ങൾ പറഞ്ഞു, ജാബിറെ ഞാൻ വരുന്ന വഴിയിൽ വെച്ച് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിരുന്നു. കുട്ടികളുടെ കൂടെയല്ലാതെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മക്കൾ വരാതെ ഞാൻ ഭക്ഷണം കഴിക്കൂല എന്ന് പറയേണ്ട താമസം
ബെഡ്റൂമിൽ പുതപ്പിന്റെ അടിയിൽ കിടന്നിരുന്ന 2 കുട്ടികൾ എഴുന്നേറ്റ് വരുന്നതാണ് ഒന്നാമത്തെ താരീഖ്. ബുർദ ബൈത്തിന്റെ ശറഹില് മുഹമ്മദ് അഖ്തർ റളാഹാനി താരീഖ് പറഞ്ഞിട്ടുണ്ട്. ശറഫുറ്റ ജാബിർ റളിയല്ലാഹു ചെന്ന് പരിശുദ്ധ ത്വാഹ റസൂലിങ്കൽ സൽക്കാരം റൊട്ടിയും ആട്ട് മാംസവും ആയി വിശുദ്ധ ഹബീബിങ്കൽ. വിടൽ മൊയ്തുക്കാന്റെ പാട്ടാണ്. ബാക്കി കേൾക്കണമെങ്കിൽ യൂട്യൂബിൽ ഏതായാലും നമ്മൾ കളിക്കുമല്ലോ, അപ്പോൾ വിടൽ മൊയ്തു എന്നടിച്ചാൽ ബാക്കി കിട്ടും. എന്തായാലും മൊബൈലുമ്പോൾ കളിക്കുമ്പോൾ നല്ല കളി കളിച്ചൂടെ നമുക്ക്. ഏതായാലും അതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം പറയാം. 2 വരി മദ്ഹുൻ നബി എല്ലാവരും പഠിച്ചു വെക്കണം. വെറുതെ ഈ ആണുങ്ങൾ വയന്നാൽ പാട്ട് പാടുന്നതാണ്. അപ്പം നല്ല പാട്ട് പഠിച്ചില്ലെങ്കിൽ ആകാത്ത പാടും. അപ്പോൾ അത് പാടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വരി 2 വരി എല്ലാവരും പഠിക്കണത് നല്ലതാണ്. ഒരു 2 വരി വേണമെങ്കിൽ ഇപ്പം പഠിക്കുക. എന്തായാലും കുട്ടികൾക്കാനുള്ള ക്ലാസ് അതിനനുസരിച്ചുള്ള ചില പരിപാടിയൊക്കെ ഉണ്ടായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവുകയും ചെയ്യും. 2 വരി ആദ്യം ഞാൻ പാട്ട് പറയാം, പിന്നെ നമുക്ക് പാടാം, ഒന്നിച്ച് പാടാം. ആദ്യം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. മണ്ണിലെ നല്ലൊരു നാട്ടിലെ ഒന്നാമത്തെ വരി. മണ്ണിലെ നല്ലൊരു നാട്ടിൽ, മട്ടത്തിൽ കെട്ടിയ വീട്ടിൽ, അതാണ് 2ാമത്തെ വരി. മന്നാന്റെ ദൂതർ മുഹമ്മദ്, അതാണ് 3ാമത്തെ വരി. മാണിക്കക്കല്ലായി പിറന്നത് എന്നാണ് 4ാമത്തെ വരി. ഇനി പാടട്ടോ, ഒന്നുകൂടി പറഞ്ഞുതരാം. മണ്ണിലെ നല്ലൊരു നാട്ടിൽ, മട്ടത്തിൽ കെട്ടിയ വീട്ടിൽ, മന്നാന്റെ ദൂതർ മുഹമ്മദ്, മാണിക്കക്കല്ലായി പിറന്നത്. എല്ലാവരും ഒപ്പം പാടണം കേട്ടോ. പ്രത്യേകിച്ച് ആ ബാക്കിലുള്ള ആൾക്കാരൊക്കെ ഒന്ന് പാടിയാലോ ഒന്ന് സജീവത കിട്ടും, ഒരു ഉഷാറ് കിട്ടും. മണ്ണിലെ നല്ലൊരു നാട്ടില്, മട്ടത്തിൽ കെട്ടിയ വീട്ടില്, മന്നാന്റെ ദൂതർ മുഹമ്മദ്, മാണിക്കക്കല്ലായി പിറന്നത്. എപ്പോഴും 2 വരി നല്ല പാട്ട് പഠിച്ചു വെക്കണം. നല്ല പാട്ട് എന്ന് പറഞ്ഞാൽ മദ്ഹുൻ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമുക്കിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പാടാൻ വേണ്ടി പറ്റും. വണ്ടിയിലൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ വേറെ ഒന്നും നടക്കൂല, പാട്ടേ നടക്കുള്ളൂ. അപ്പോൾ നല്ല പാട്ട് ഇങ്ങനെ പാടാം. പാട്ടിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നല്ലതായിരിക്കണം എന്നതേ ഉള്ളൂ. മോശമായാൽ പാട്ടല്ലെങ്കിലും പ്രശ്നം തന്നെയാണ്, പാട്ടായാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ എപ്പോഴും നല്ലതായിരിക്കണം. അപ്പോൾ ബാക്കി കിട്ടണമെങ്കിൽ വിടൽ മൊയ്തുക്കാൻ്റെ ഇനിയൊരു കാര്യം കൂടിയും പറയാനുണ്ട്, ഒരു താരീഖ് കൂടി. അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം. വളരെ പ്രധാനപ്പെട്ട ചില മൂല്യങ്ങൾ പാലിച്ചാൽ നമ്മൾ അള്ളാൻ്റെ അടുത്ത് വലിയ ദറജയുള്ള ആൾക്കാരായിരിക്കും. 1, ആഴ്ചയിൽ ഒരു ദിവസം എല്ലാവരും നഖം മുറിക്കണം. ഒരു ചെറിയൊരു ആക്ടിവിറ്റി, കാര്യമായിട്ടൊന്നുമില്ല. അവനാൻ്റെ നഖത്തുമ്മക്ക് എല്ലാവരും നോക്കിയിട്ട് മുറിച്ചിട്ടുണ്ടെങ്കിൽ ഷറായിട്ടുണ്ട് എന്ന് പറയാം, മുറിച്ചിട്ടില്ലെങ്കിൽ സ്വന്തമായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച എന്തായാലും മുറിക്കുമെന്ന് പറയാം. ചെറിയ ആക്ടിവിറ്റിയാണ്, പക്ഷെ ചെയ്താൽ അടുത്ത വെള്ളിയാഴ്ച അങ്ങനെ നോക്കുമ്പോൾ ഈ ചെയ്ത്താന്മാരാണ് വല്ലാതെ നഖം വളർത്തൽ, അല്ലാതെ മനുഷ്യന്മാരല്ല. മനുഷ്യൻ ഏറ്റവും ചുരുങ്ങിയത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മുറിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇനിയിപ്പോൾ കാലുമത്തെ നോക്കാൻ ഞാൻ പറയണില്ല, അത് ദോറുസ്കരിക്കുമ്പോൾ റുക്കൂക്ക് പോകുമ്പോൾ അവനാൻ്റെ കാലുമക്ക് നോക്കിയാൽ മതി. നഖം വളർത്തുന്ന ആൾക്കാർക്ക് ഉമ്മാനോട് ദേഷ്യം ഉണ്ടാവാൻ അത് കാരണമാവുന്നതാണ്. അതുകൊണ്ട് വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിന് നിൽക്കണ്ടല്ലോ. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം എല്ലാവരും നഖം മുറിക്കണ ആഴ്ചയിൽ ഒരു ദിവസം എന്നുള്ളതാണ്. 2ാമത്തെ കാര്യം ഇടക്കിടക്ക് ചെരുപ്പൊന്ന് തേച്ചേക്കണം എല്ലാവരും. അവനായിട്ട് ചെരുപ്പൊന്ന് നോക്കാണി, അല്ല ഇപ്പം നോക്കണ്ട, പിന്നെ നോക്കിയാൽ മതി, ഒന്ന് നോക്കാണി. ചെരുപ്പ് വൃത്തിയില്ലെങ്കിൽ ആൾ വൃത്തി ഉണ്ടാവില്ല എന്നാണ്. വൃത്തിയുള്ള മനുഷ്യൻ്റെ ചെരുപ്പ് വൃത്തി ഉണ്ടായിരിക്കുമെന്നതാണ്. എന്നും കഴുകണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ലല്ലോ. ഒരു 1.5 സോപ്പിട്ടിട്ട് ചെരുപ്പൊന്നെല്ലാവരും കഴുകണം, അപ്പോൾ നല്ല കുട്ടികളാവും. അതാണ് 2ാമത്തെ കാര്യം. 3ാമത്തെ കാര്യം, എല്ലാ വിഷയങ്ങൾക്കും വലത്തേതിനെ മുന്തിക്കണം, ഇടത്തേതിനെ മുന്തിക്കൽ ശറഅാക്കപ്പെട്ട ചില വിഷയങ്ങളുണ്ട്. ഉദാഹരണമായി പള്ളിയിൽ നിന്ന് പുറത്തേക്ക് വരിക, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങുക, ഓഫീസിൽ നിന്ന് പുറത്തേക്കിറങ്ങുക, ബാത്റൂമിലേക്ക് കയറുക തുടങ്ങിയ ഇടത്തുകാലിനെ ശറഅാക്കപ്പെട്ട വിഷയങ്ങളല്ലാത്ത മുഴുവൻ കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കണം. 4ാമത്തെ കാര്യം,
മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നതുപോലെ നടക്കണം. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരുന്നതുപോലെ ഇരിക്കണം. നബി തങ്ങൾ ചിരിച്ചതുപോലെ ചിരിക്കണം. ഇന്നമാ കാന യതബസ്സമു വലാ യുറാ ളിറാസുഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നും ജീവിതത്തിൽ പൊട്ടിച്ചിരിക്കാറുണ്ടായിരുന്നില്ല എന്നുമാണ്. ചിരി 3 തരത്തിലുണ്ട് എന്നാണ്. നമ്മളെ SV മുഹമ്മദ് അലി സാറുടെ സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 3 എന്നല്ല കുറേ പറയുന്നുണ്ട്. അതിൽ ചെറുതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പുസ്തകം എഴുതുമ്പോൾ ആവശ്യമുണ്ട്. ആവശ്യമുള്ളത് 3 എണ്ണാണ്. 1 ലഹക്ക് എന്ന ചിരിയാണ്, 2 തബസ്സും എന്ന ചിരിയാണ്, 3-മത്തേത് ത്വലാഖത്തുൽ വജ്ഹ് എന്ന ചിരിയാണ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രസന്നത എന്ന് പരിഭാഷപ്പെടുത്താം. തബസ്സും എന്നതിന് മലയാളത്തിൽ പുഞ്ചിരി എന്ന് പരിഭാഷപ്പെടുത്താം. ലഹക്ക് എന്നതിന് മലയാളത്തിൽ ചിരി എന്നും പരിഭാഷപ്പെടുത്താം. SV മുഹമ്മദ് സാറ് വേറെയും ചിരി പറയുന്നുണ്ട്. സൈക്കിൾ വന്ന് വീണ ചിരി, മാങ്ങാച്ചിരി, പുളിങ്ങാച്ചിരി, സംഘാടകന്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട്. സംഘാടകന്റെ ചിരി പറഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞ് സൂപ്പറായാൽ, ഇപ്പം ഈ പരിപാടി കഴിഞ്ഞാൽ ഓപ്പിക്കൊക്കെ ഉണ്ടാവും ഒരു ചിരി, അതാണ് സംഘാടകന്റെ ചിരി. സംഗതി ഭക്ഷണം തികയോ എന്നുള്ളൊരു വേജാറുണ്ടെങ്കിലും ചിരിക്കൊരു കുറവുണ്ടാവില്ല, അതാണ് സംഘാടകന്റെ ചിരി എന്നുള്ളത്. കാരണം സീറ്റ് മുഴുവൻ ഫുള്ളായിട്ടുണ്ട്, രജിസ്ട്രേഷൻ എപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരിക്കൂലേ ആരായാലും. അതാണ് സംഘാടകന്റെ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട്, 2 ദിവസം ഉറങ്ങിയിട്ടില്ല വെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി ഇങ്ങനെ വരും. അതിനാണ് സംഘാടകന്റെ ചിരി എന്ന് പറയാം. സൈക്കിൾ വന്ന് വീണ ചിരി എന്ന് പറഞ്ഞാൽ എരപ്പായിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഉള്ളിലൊരു ചിരി ഉണ്ടാവും, അതാണ് സൈക്കിൾ വന്ന് വീണ ചിരി പറഞ്ഞത്. പ്രധാന ചിരികൾ 3 എണ്ണമാണ്. 1 ത്വലാഖത്തുൽ വജ്ഹ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരിക്കലല്ല, മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവമുണ്ടാകുന്നതാണ് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്നത്. 2-മത്തേത് തബസ്സുമാണ്. തബസ്സു എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കലാണ്. 3-മത്തത് ലഹക്കിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഞ്ചിരി. ലഹക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലാണ്. ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. ഇത് രണ്ടുമില്ലാത്ത ചിരിക്കാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി അങ്ങനെയായിരുന്നു. ഇന്നമാ കാന യതബസ്സമു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഇന്ന് മുതൽ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ള സംഗതികളാണ്. കിടന്നുറങ്ങുമ്പോൾ എല്ലാവരും ഒതുണ്ടാക്കണം. ഉറങ്ങുമ്പോൾ എല്ലാവരും ഒരു ഒതുകൂടെ കൂടെ ഉറങ്ങുകയാണെങ്കിൽ, അഥവാ ഉറക്കത്തിൽ മരിച്ചാൽ ഒതുകൂടെ മരിക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ വലിയൊരു നിയമത്ത്. കിടന്നുറങ്ങുമ്പോൾ ഒതുണ്ടാക്കുന്ന ആളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവുന്നതാണ്. ചെറിയ ചെറിയ വിഷയങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളെപ്പോഴും സൂക്ഷിക്കുക. ഒഴിവ് ദിവസങ്ങളിൽ കുടുംബ സന്ദർശനം നടത്തുക. ചങ്ങായിമാരൊക്കെ കുറച്ച് സമയം ചെലവാക്കുക. ഒഴിവ് ദിവസങ്ങളിൽ കുടുംബങ്ങൾ സന്ദർശിക്കുക. മൻ അർഹബ്ബ അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വയൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ആയുസ് ദീർഘമാവണമെന്നും ഭക്ഷണം വിശാലമാകണമെന്നും ആഗ്രഹിക്കുന്നവൻ കുടുംബബന്ധം ചേർക്കട്ടെ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഉറങ്ങുന്ന സമയത്ത് നന്നായിട്ട് മിസ്വാക്ക് ചെയ്യുക. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യുമായിരുന്നു എന്നാണ്. മുടി ഒന്നുകിൽ നല്ല നിലക്ക് വെട്ടി ചെറുതാക്കുക, വളർത്തുകയാണെങ്കിൽ കോലത്തിൽ വളർത്തുക. ഒന്നുകിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവൊക്കെ സ്ഥിരമായി മുടി കളയുന്ന ആളായിരുന്നു. അങ്ങനെ ചെയ്താൽ അതൊരു മോഡലായിക്കോളും. 4 ആളും ചെയ്താൽ എല്ലാവരും കളയിൽ തുടങ്ങും. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നേരങ്ങത്തിൽ വളർത്തുക. എന്താ വളർത്തുക നേരങ്ങത്തിൽ പറഞ്ഞാൽ, ഇവിടെ മാത്രം കളയരുത്, അത് ക്രോപ്പാണ്, ഹറാമാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമാണ്, ക്രോപ്പാണ്. ഇവിടെ മാത്രം കളയരുത്, അതും ഹറാമായ ക്രോപ്പാണ്. പിന്നെന്ത് വേണം? ഒന്നിച്ച് വളർത്തിയിട്ട് ഒന്നുകിൽ ചെവിയുടെ നേരെ വെട്ടുക, അല്ലെങ്കിൽ ചുമല് വരേക്കും നീട്ടാവുന്നതാണ്. അതിൻ്റെ താഴത്തേക്ക് നീളാൻ പാടില്ല. വളർത്തുകയാണെങ്കിൽ നല്ല മട്ടത്തിൽ വളർത്തുക, അല്ലെങ്കിലോ മുടി മുഴുവനായിട്ടും ഒന്നുകിൽ ഒരുപോലെ വെട്ടിച്ചെറുതാക്കുക, അല്ലെങ്കിൽ ബ്ലേഡ് ഉപയോഗിച്ച് മുഴുവനായിട്ടും മുണ്ടനം ചെയ്യുക. മനുഷ്യൻ്റെ കോലം, മനുഷ്യൻ്റെ രീതി
അവൻ്റെ പെരുമാറ്റങ്ങൾ അവൻ്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന നോക്കിയാൽ അറിയാം ഞാൻ എങ്ങനെ ഇക്കാരം. നിന്റെ കോലം കണ്ടാൽ, ഓരോ മനുഷ്യന്മാരെയും കോലവും രൂപവും കണ്ടാൽ അവരെങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാവും. അതുകൊണ്ട് കുറേ ആൾക്കാരിന്ന് മുടിക്ക് ബാധത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. കുഴപ്പമൊന്നുമില്ല, വളർത്തുകയാണെങ്കിൽ വളർത്തേണ്ട കോലത്തിൽ, അല്ലെങ്കിൽ ഒന്നിച്ച് ഒരുപോലെ വെട്ടിച്ചെറുതാക്കുകയോ അല്ലെങ്കിൽ ഒന്നിച്ച് വടിച്ചു കളയുകയോ ചെയ്യുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക. എപ്പോഴും നമ്മൾ ധരിക്കുന്ന വസ്ത്രം നെരിയാണിക്ക് മുകളിലാണെന്ന് ഉറപ്പുവരുത്തുക. വൃത്തിയുള്ള വസ്ത്രങ്ങൾ മാത്രം ധരിക്കുക. പരമാവധി ജമാഅത്തിന് പള്ളിയിലെത്തിച്ചേരുക. ചീത്ത കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക. നല്ലവരോട് മാത്രം കൂട്ടുകെട്ടുക. അറിഞ്ഞോ അറിയാതെയോ തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക. അറിഞ്ഞുപയോഗിക്കരുത്, അറിയാതെയും ഉപയോഗിക്കരുത്, കമ്പനിക്ക് വേണ്ടി ഉപയോഗിക്കരുത്, തമാശക്ക് വേണ്ടി ഉപയോഗിക്കരുത്. പഴയ ലഹരി പദാർത്ഥങ്ങളും പുതിയ ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വലിയൊരു വ്യത്യാസം, പണ്ടൊക്കെ ഒരാൾ കള്ളുടിയനാവണമെങ്കിൽ കുറേ കുടിച്ചിട്ട് റോട്ടുമ്മക്കൂടി ഇങ്ങനെ WW എന്ന് പറഞ്ഞാലേ കള്ളുടിയനാവുള്ളൂ. ഇപ്പം അങ്ങനെയല്ല. ഒരു വട്ടം ഉപയോഗിച്ചാൽ തന്നെ അഡിക്ഷൻ ഉണ്ടാവുന്നതാണ് പുതിയ ലഹരി പദാർത്ഥങ്ങൾ. അതുകൊണ്ട് തമാശക്ക് പോലും, കമ്പനിക്ക് പോലും, രുചി അറിയാൻ പോലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഒഴിവുള്ള ദിവസങ്ങളിൽ കുടുംബ സന്ദർശനങ്ങൾ നടത്തണം. പഠനത്തിന് വലിയ പ്രാധാന്യം നൽകണം. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. 63 കൊല്ലക്കാലം മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിച്ചിട്ടും തിരിച്ചെടുക്കേണ്ട ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നാണ്. നമ്മുടെ എല്ലാ വിഷയങ്ങളും നബി തങ്ങളിലേക്ക് ബന്ധപ്പെടുത്തിയാൽ ബറക്കത്തുണ്ടാവും. ബറക്കത്തുള്ളതിന് മാത്രമാണ് നിലനിൽപ്പുള്ളത് എന്നതാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു സുപ്ര വിരിച്ച് കുറേ ആളുകൾ ഇരിക്കുന്നതിൽ ഒരാൾക്ക് മുഹമ്മദ് എന്ന് പേരുണ്ടെങ്കിൽ ആ തളികയിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും ബറക്കത്തുണ്ടായിരിക്കുമെന്നാണ്. അതുകൊണ്ട് ബറക്കത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും നോക്കണം. ഓരോ വിഷയവും നബിതങ്ങളിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ബന്ധപ്പെട്ടു വരുന്നു എന്നതിനനുസരിച്ചാണ് ബറക്കത്ത് എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കഥ ബറക്കത്തിനെ കുറിച്ചുള്ളൊരു കഥയാണ്. അത് മഹാനായ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിൻ്റെ താരീഖാണ്. പേർഷ്യക്കാരനാണ് മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു. നമ്മൾ മദ്രസയിലൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ട്. മുത്തുനബി ജനിച്ചപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന അഗ്നികുണ്ഡം കെട്ടുപോയി. പേർഷ്യക്കാർ തീ ആരാധകരാണ്. വലിയൊരു കുഴി, ആ കുഴിയിൽ നിറയെ തീയിട്ടിട്ട് അതിനെ ആരാധിക്കും. അങ്ങനെയുള്ള കൂട്ടനാണ് പേർഷ്യക്കാർ. അവിടെയാണ് സൽമാൻ ജനിക്കുന്നത്. അതുകൊണ്ടാണ് സൽമാനുൽ ഫാരിസി എന്ന് പേര് ലഭിക്കുന്നത്. രാജകുടുംബാംഗമായിരുന്നു സൽമാനുൽ ഫാരിസി. അദ്ദേഹം ഒരിക്കൽ അക്കാലത്ത് ജീവിച്ചിരുന്ന കുറച്ച് മുസ്ലിങ്ങളെ കണ്ട് പരിചയപ്പെട്ടു. ഇസ്ലാമിൽ ആകൃഷ്ടനായി. അതറിഞ്ഞ രാജാവ് ജയിലിലടച്ചു. ജയിൽ മോചിതനായ അദ്ദേഹം നാടുകടത്തപ്പെട്ടു. അങ്ങനെ മൗസിൽ എന്ന പേരായ ഒരു പ്രദേശത്തെത്തി. പഴയകാലത്തെ കുറേ പണ്ഡിതന്മാരുടെ കൂടെ താമസിച്ചു. ഒരു വലിയ പണ്ഡിതന് ഖിദ്മത്തെടുത്തു. അദ്ദേഹം മരണപ്പെടുമ്പോൾ ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചു. മറ്റൊരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരിച്ചു. മൂന്നാമത്തെ ഒരു പുരോഹിതനെ പറഞ്ഞു കൊടുത്തു. അങ്ങോട്ട് പോയി. അയാളും മരണപ്പെട്ടു. ഇനി എങ്ങോട്ടാ പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അവസാന പ്രവാചകൻ മക്കയിൽ വരാൻ സമയമായിട്ടുണ്ടെന്ന് പറഞ്ഞു. മക്കയിലേക്കുള്ള യാത്രാമധ്യേ സൽമാനെ ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ടുപോയി അങ്ങാടിയിൽ അടിമയായി വിറ്റു. ജൂതനായ ഒരാളാണ് സൽമാനെ വാങ്ങിയത്. അങ്ങനെ കൈമാറി അടിമയായ സൽമാൻ മദീനയിൽ എത്തിച്ചേർന്ന സമയത്ത് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു എന്ന വിവരമറിഞ്ഞ സൽമാൻ നബി തങ്ങളെ ചെന്ന് കാണുകയും പൂർവകാല വേദങ്ങളിൽ നിന്ന് പഠിച്ച വിവരങ്ങൾ വെച്ച് പരിശോധിച്ചു നോക്കിയപ്പോ ഇത് നബിയാണെന്ന് മനസ്സിലായതിനാൽ വിശ്വസിക്കുകയും ചെയ്തപ്പോ യജമാനന് ദേഷ്യമായി. രാത്രി പോലും ജോലിയായി, ഭക്ഷണം കൊടുക്കാതെയായി. വല്ലാതെ അടങ്ങാറായപ്പോ
ഒരു ദിവസം സൽമാൻ നബിയോട് വന്നിട്ട് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്നാണ് കഥയുടെ ക്ലൈമാക്സ് ആരംഭിക്കുന്നത്. നബി തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, പുന്നാര നബിയെ, ഞാൻ ആകെ അടങ്ങാറായിട്ടുണ്ട്, എനിക്കൊന്ന് അടിമത്വമോചനത്തിന് എന്തെങ്കിലും ചെയ്തു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഏതാനും സ്വഹാബികളും കൂടി സൽമാന്റെ യജമാനനോട് സൽമാനെ വിൽക്കണോന്ന് ചോദിക്കാൻ വേണ്ടി പോയി. യജമാനൻ്റെ അടുത്ത് എന്നിട്ട് സൽമാനെ വിൽക്കണോന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വിൽക്കൊക്കെ ചെയ്യാ, പക്ഷെ വില ലേശം കൂടും എന്ന് പറഞ്ഞു. എന്താ വില എന്ന് ചോദിച്ചു. മരുഭൂമി പോലത്തെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഈ മരുഭൂമിയിൽ 300 ഈത്തപ്പനത്തൈകൾ നട്ടുപിടിപ്പിക്കണം, അതിന് വെള്ളം നൽകി, അതിന് വളം നൽകി, അതിനെ പരിപാലിച്ച് വലുതാക്കിയിട്ട് 300 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു തന്നാൽ സൽമാൻ മോചിതനാണ് എന്ന് പറഞ്ഞു. ഒരു നിലക്കും അടുത്ത കാലത്തൊന്നും നടക്കൂല എന്ന് ഉറപ്പാണ്. പക്ഷെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഗ്രിമെന്റ് എഴുതി പള്ളിയിൽ വന്ന് പ്രസംഗിച്ചു. സൽമാന്റെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഈത്തപ്പന മരങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറഞ്ഞു. ഓരോരുത്തരും സംഭാവന ചെയ്തു. സൽമാനോട് പറഞ്ഞു 300 കൊയ്യെത്താൻ പറഞ്ഞു. സൽമാൻ റളിയല്ലാഹു അൻഹു 300 കൊയ്യെത്തി. നബി തങ്ങൾ ഈത്തപ്പന മരവുമായി ചെന്നു. ബിസ്മിയല്ലി ഓരോന്നും കുഴിച്ചിട്ടു. വെള്ളം നനക്കാൻ പറഞ്ഞു. വേഗത്തിൽ വളർന്നു വന്നു. 299 ഈത്തപ്പന മരങ്ങളിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു വേഗത്തിൽ. പക്ഷേ ഒന്ന് മാത്രം കായ്ക്കാതിരുന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വന്ന് പറഞ്ഞു, നബിയെ, എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞു. 299 എണ്ണം കായ്ച്ചു, ഒന്ന് മാത്രം കായ്ച്ചില്ല. ഉമർ റളിയല്ലാഹു അൻഹു അപ്പോൾ പറഞ്ഞു, എനിക്കൊരു വിഷയം പറയാണ്ട് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചു. ഇങ്ങളിങ്ങനെ ഒരു തലക്കെന്ന് ഇങ്ങനെ ഈത്തപ്പന മരം ഇങ്ങനെ കുഴിച്ചിട്ട് വരുമ്പോ ഒന്ന് സ്പീഡ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ആ ഒരു മരം ഞാൻ കുഴിച്ചിട്ടതായിരുന്നു നബിയേ എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേഗം ചെന്നിട്ട് ആ ഈത്തപ്പന മരം പറിച്ചിട്ട് ബിസ്മി ചൊല്ലി ആയിക്കന്നാണ് കുഴിച്ചിട്ടിട്ട് ലേശം വെള്ളം നനക്കാൻ പറഞ്ഞു. കുറഞ്ഞ കാലം കൊണ്ട് 300ാമത്തെ ഈത്തപ്പന മരവും കായ്ച്ച് അതിൽ നിന്ന് ഈത്തപ്പഴം പറിച്ചു കൊടുത്ത് സ്വതന്ത്രനായി സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 200 വയസ്സുവരെ മഹാനവർകൾ ജീവിച്ചിട്ടുണ്ടെന്നാണ്. 2 അടിമകളാണ് ഇസ്ലാമിക ലോകത്ത് വിപ്ലവം തീർത്തത്. ഒന്നൊരു വെളുത്ത അടിമയും ഒന്നൊരു കറുത്ത അടിമയുമായിരുന്നു. വെറുത്ത അടിമ സയ്യിദുനാ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണ്. കറുത്ത അടിമ സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ആണ്. അള്ളാഹു അവരുടെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. എൻ്റെ ഈ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗം ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് 10,313 ദാഇമാരെ സജ്ജമാക്കുന്നുണ്ട്. ഇസ്ലാമിക പ്രബോധന രംഗത്ത് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനം നടത്തുന്ന 10,313 ആളുകൾ. എന്തായാലും നമുക്ക് ക്യാമ്പസുകളിൽ നിന്ന് ഭൗതിക കലാലയങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ ആവശ്യമുണ്ട്. പരിശീലനങ്ങളുണ്ടാകും. ഉള്ള സമയത്തിനും ഉള്ള പരിധിക്കുമനുസരിച്ച് പ്രവർത്തിച്ചാൽ മതിയാകും. ബുധനാഴ്ച മുതൽ ഞായറാഴ്ച വരെ കുനിയയിലെ സമ്മേളന നഗരിയിൽ ഉണ്ടായിരിക്കണമെന്നൊരു നിബന്ധന മാത്രമാണുള്ളത്. തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട്. 10,313 ദായിമാരിലേക്കുള്ള രജിസ്ട്രേഷൻ നടക്കും. ഒഴിവ് പോലെ അതിൽ പങ്കുചേരണം. എല്ലാവരുടെയും സാന്നിധ്യമുണ്ടായിരിക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നേരിട്ട് നടത്തുന്ന ദഅവാ വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിൽ വലിയ പുരോഗതി പ്രതീക്ഷയുണ്ട്. അടുത്ത 100 വർഷം ഇസ്ലാമിക പ്രബോധന രംഗത്ത് നേതൃത്വം നൽകുന്ന ആളുകളെ സജ്ജമാക്കുക എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. എല്ലാവരുടെയും ശ്രദ്ധയില്ലാ കാര്യം ഉണ്ടായിരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഖാലിഖായ റബ്ബ് നമ്മോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട എല്ലാവരുടെയും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഖൽബിൻ്റെ മുറാദുകളെ ഹാസിലാക്കട്ടെ. പ്രയാസങ്ങൾ അവർക്കും നമുക്കും അല്ലാഹു തീർത്തു തരട്ടെ. രോഗശമനം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളെ ഈ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ചവർ, ഈ പരിപാടിക്ക് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, മാനസികമായി ശാരീരികമായി പിന്തുണ നൽകി സാമ്പത്തികമായി പിന്തുണ നൽകിയവർ,
എല്ലാവർക്കും വലിയ കൂലിയും മാലിലും ഔലാദിലും അസ്വാജിലും ബുയൂത്തിലും ബറക്കത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും.